ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അനിൽകുമാർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ട വോട്ടെടുപ്പ് 49 മണ്ഡലങ്ങളിൽ ഇന്ന് നടന്നു. ഇതുവരെയുള്ള കണക്ക് പ്രകാരം 57.5% പോളിംഗ് രേഖപ്പെടുത്തി. ഏറ്റവും കൂടുതൽ വോട്ടിംഗ് നടന്നത് പശ്ചിമബംഗാളിലും കുറഞ്ഞ പോളിംഗ് മഹാരാഷ്ട്രയിലുമാണ്. പശ്ചിമബംഗാളിൽ 73%, ഉത്തർപ്രദേശിൽ 58%, ഝാർഖണ്ഡിൽ 63%, ലഡാക്കിൽ 67%, ബീഹാറിൽ 53%, ജമ്മുകാശ്മീരിൽ 55%, ഒഡീഷയിൽ 61%, മഹാരാഷ്ട്രയിൽ 49% എന്നിങ്ങനെയാണ് വോട്ടിംഗ് നിരക്ക്. വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു. രാഷ്ട്രീയ പ്രാധാന്യമുള്ള മണ്ഡലങ്ങളും ജനശ്രദ്ധ നേടിയ സ്ഥാനാർത്ഥികളുമാണ് 5ാം ഘട്ടത്തിൽ മത്സരരംഗത്ത് ഉണ്ടായിരുന്നത്. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത മുൻനിർത്തി പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്നും നാളെയും ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട ജില്ലയിൽ മറ്റന്നാളും ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 5 ജില്ലകളിൽ നാളെയും 6 ജില്ലകളിൽ മറ്റന്നാളും ഓറഞ്ച് ജാഗ്രത തുടരും. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും പ്രതീക്ഷിക്കുന്ന സാഹചര്യത്തിൽ കേരള തീരത്ത് നിന്നും ഇനിയൊരു അറിയിപ്പുണ്ടാകും വരെ കടലിൽ പോകാൻ പാടില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തെക്കൻ തമിഴ്നാട് തീരത്തും ഇന്ന് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം. സംസ്ഥാനത്ത് പ്രളയ സാധ്യതാ പ്രവചനമില്ലെന്നും ആശങ്ക വേണ്ടെന്നും മന്ത്രി കെ രാജൻ. മഴയുടെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ എല്ലാ കളക്ട്രേറ്റുകളിലും താലൂക്ക് ഓഫീസുകളിലും എമർജൻസി ഓപ്പറേഷൻ സെന്റർ തുടങ്ങിയെന്നും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ആവശ്യമെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാൻ നിർദ്ദേശം നൽകിയതായും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ചെളിയിലും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും ഇറങ്ങുന്നവർ എലിപ്പനി പ്രതിരോധത്തിനായി ഡോക്സിസൈക്ലിൻ നിർബന്ധമായും കഴിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അഭ്യർത്ഥിച്ചു. പെരുമ്പാവൂരിൽ നിയമവിദ്യാർത്ഥിനിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ ഹൈക്കോടതി ശരിവച്ചു. വിചാരണ കോടതി വിധിക്കെതിരായ പ്രതിയുടെ അപ്പീൽ തള്ളിക്കൊണ്ടാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. 2016 ഏപ്രിൽ 28-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. കൊലപാതകം, ബലാത്സംഗം, അതിക്രമിച്ച കടക്കൽ, മാരകമായി മുറിവേൽപ്പിക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങളാണ് പ്രതി അമീറുൽ ഇസ്ലാമിനെതിരെ തെളിഞ്ഞത്. ഇറാൻ പ്രസിഡന്റ് ഡോക്ടർ സയ്യിദ് ഇബ്രാഹിം റൈസിയുടെയും വിദേശകാര്യമന്ത്രി ഹൊസൈൻ അമീർ അബ്ദുല്ലഹിയാന്റെയും വിയോഗത്തിൽ രാജ്യത്ത് നാളെ ഔദ്യോഗിക ദുഃഖാചരണം. ദേശീയ പതാക പകുതി താഴ്ത്തിക്കിട്ടും. ഇറാന്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്ത് ഇന്നലെ ഉച്ചകഴിഞ്ഞുണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിലാണ് ഇറാൻ പ്രസിഡന്റും വിദേശകാര്യമന്ത്രിയും ഒപ്പമുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടത്. പ്രതികൂല കാലാവസ്ഥയാണ് അപകട കാരണമെന്നാണ് വിലയിരുത്തൽ. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പരമാധ്യക്ഷൻ മൊറാൻ മോർ അത്തനേഷ്യസ് യോഹാൻ ഒന്നാമൻ മെത്രോപോലിത്തയ്ക്ക് അന്തിമോപചാരമർപ്പിച്ച് ആയിരങ്ങൾ. തിരുവല്ല നിരണം ബിലീവേഴ്സ് കൺവെൻഷൻ സെന്ററിലാണ് പൊതുദർശനം നടക്കുന്നത്. കബറടക്കം നാളെ രാവിലെ നിരണം സെന്റ് തോമസ് ഈസ്റ്റേൺ ചർച്ച് കത്തീഡ്രലിൽ നടക്കും. കേരളത്തിൽ നിന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പുറപ്പെടുന്ന തീർത്ഥാടകരുടെ ആദ്യ സംഘം ഇന്ന് അർദ്ധരാത്രിക്ക് ശേഷം കരിപ്പൂരിൽ നിന്ന് യാത്ര തിരിക്കും. ആദ്യ വിമാനത്തിൽ 166 തീർത്ഥാടകരാണ് പുണ്യഭൂമിയിലേക്ക് യാത്ര തിരിക്കുന്നത്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന 17,883 പേരാണ് 3 എംബാർക്കേഷൻ പോയിന്റുകൾ വഴി ഈ വർഷം യാത്രയാവുക. ചരിത്രത്തിൽ ആദ്യമായാണ് സംസ്ഥാനത്ത് നിന്നും ഇത്രയും കൂടുതൽ പേർക്ക് അവസരം ലഭിക്കുന്നത്. കോഴിക്കോട് എംബാർക്കേഷൻ വഴി 10,430 പേരും, കൊച്ചി വഴി 4,273, കണ്ണൂർ വഴി 3,135 പേരുമാണ് യാത്രയാവുക. മെയ് 26-നാണ് കൊച്ചിയിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാനം. ജൂൺ 1-ന് കണ്ണൂരിൽ നിന്നുള്ള ആദ്യ വിമാനം പുറപ്പെടും. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം ജൂൺ 3-ന് ഇളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്താകെ ജില്ലാതലത്തിലും തദ്ദേശ സ്ഥാപന അടിസ്ഥാനത്തിലും സ്കൂളുകളിലും പ്രവേശനോത്സവം സംഘടിപ്പിക്കും. ഈ അക്കാദമിക് വർഷത്തെ പ്രവർത്തനങ്ങൾ കുറ്റമറ്റതാക്കുന്നതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തന്നെ പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യാൻ കഴിഞ്ഞു. സ്കൂൾ യൂണിഫോമുകളും കൃത്യസമയത്ത് വിതരണം ചെയ്യാൻ കഴിഞ്ഞതായി മന്ത്രി പറഞ്ഞു. മഴ ശക്തി പ്രാപിച്ചതിനെ തുടർന്ന് സംസ്ഥാനത്ത് വൈദ്യുതി അപകടങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അടുത്തുള്ള സെക്ഷൻ ഓഫീസിലോ 9496010101 എന്ന എമർജൻസി നമ്പറിലോ അറിയിക്കണമെന്ന് KSEB അറിയിച്ചു. വൈദ്യുതി ലൈനുകൾ പൊട്ടിക്കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ സ്പർശിക്കരുത്. വൈദ്യുതി അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് പൊതുജനങ്ങൾ സഹകരിക്കണമെന്നും KSEB അഭ്യർത്ഥിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു.
അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.